ഇൻവൈറ്റ് ചെയ്യുന്നു. എന്നിൽ നിന്നും ഒരുപാടൊന്നും പ്രതീക്ഷിക്കില്ല. ഞാൻ ആദ്യമായിട്ട് മൈക്കിന്റെ മുമ്പിലേക്ക് കയറുന്നതാണ്. സോറി. എന്നാലും എനിക്ക് ഓർമ്മയിലുള്ളതൊക്കെ ചിലത് പറയാം. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മളുടെ ഈ മഹത്തായ പ്രസ്ഥാനം ഉദ്ഘാടനം ചെയ്തതിനു വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ തോമസ് സാറിന്, കിസാൻ സർവീസ് സൊസൈറ്റിയുടെ സംരംഭകനും കിസാൻ സർവീസ് സൊസൈറ്റിയുടെ ദേശീയ ചെയർമാനായ ശ്രീ ജോസ് തയ്യൽ, കിസാൻ സർവീസ് സൊസൈറ്റിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ജോയി പൂക്കൻതോട്ടം, വനിതകളുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ആനി ജബരാജ്, അദ്ദേഹത്തിന് ഇവിടെ ഇപ്പം എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല, പുള്ളിക്കാരി യാത്രയിലാണ്. അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് നമ്മുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ ജോൺ പി എ, നമ്മുടെ രക്ഷാധികാരി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ നെടിയാട് ചർച്ച ഫാദർ തോമസ് പൂവത്തേങ്കൽ, അതുപോലെ തന്നെ വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ മഹനീയമായ സാന്നിധ്യം കൊണ്ട് ഈ സദസ്സിനെ ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നാട്ടുകാരെ, സഹോദരി സഹോദരങ്ങളെ, വിദ്യാർത്ഥിനികളെ, യുവ സുഹൃത്തുക്കളെ, ബന്ധുമിത്രാദികളെ, കൂടുതൽ എൻ്റെ ബന്ധുമിത്രാദികൾ ഇവിടെ ഇരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് വളരെയേറെ സന്തോഷം. 1955 12-ാമത്തെ കൊച്ചി തിരുവിതാംകൂർ ശാസ്ത്രീയ സാഹിത്യ ധർമ്മ സംഘങ്ങൾ രജിസ്റ്റർ ആക്ട് വഴി രജിസ്റ്റർ ആക്കപ്പെട്ടിട്ടുള്ള കിസാൻ സർവീസ് സൊസൈറ്റി ഒരു ചാരിറ്റബിൾ സൊസൈറ്റി കൂടിയാണ്, ഒരു NGO കൂടിയാണ്. കൃഷിയെയും കർഷകരെയും കർഷക കൂട്ടായ്മകളെയും കർഷക കുടുംബങ്ങളെയും കർഷകരുടെ മക്കളെയും ഒരുപോലെ സ്നേഹിക്കുന്ന സമാന മനസ്കരായ ഒരു കൂട്ടം ജനങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് കിസാൻ സർവീസ് സൊസൈറ്റി. ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കുന്ന കിസാൻ സർവീസ് സൊസൈറ്റി കേന്ദ്ര ഗവൺമെന്റിന്റെയും കേരള ഗവൺമെന്റിന്റെയും മറ്റ് ഏജൻസികളുടെയും കർഷകർക്ക് വേണ്ടി പുറപ്പെടുവിക്കുന്ന ഏതൊരു ആനുകൂല്യങ്ങളും അതത് സമയങ്ങളിൽ കൃഷിക്കാരിൽ എത്തിക്കുകയും അവരെ കൊണ്ട് അത് നേടിയെടുക്കുന്നതിന് വേണ്ടി ഏത് രീതിയിലും ഞങ്ങൾ ശക്തമായി അവരോടൊപ്പം നിന്ന് അവരെ കൊണ്ട് അത് പ്രാപ്തമാക്കുകയും ചെയ്യിപ്പിക്കുന്ന കിസാൻ സർവീസ് സൊസൈറ്റി ഇന്ന് 10 രാജ്യങ്ങളിലും 12 സംസ്ഥാനങ്ങളിലും കേരളത്തിലെ 224 പഞ്ചായത്തുകളിലും കൂടാതെ ഇന്ന് നമ്മുടെ കരികുന്നത്തും സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് തെളിവാണല്ലോ ഇന്ന് 10 ലക്ഷം രൂപയുടെ കാർഷികോപകരണങ്ങൾ നമ്മുടെ വൈസ് പ്രസിഡന്റ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടിറ്റു ജോസ് വിതരണം ചെയ്യുന്നത്. നമ്മൾ കർഷകരില് എങ്ങനെയാണ് എഫക്ട് ചെയ്തതെന്നോ, ഒരു കർഷകനെ അവനെ യന്ത്രവൽകൃത കൃഷി രീതികൾ പഠിപ്പിച്ച് അവന് ആവശ്യമായ മെഷീനറികൾ വാങ്ങിച്ചു കൊടുത്ത് അവരെ കൊണ്ട് കൃഷി ചെയ്യാൻ പഠിപ്പിച്ച് അവന്റെ വിളവുകളെ സാധാരണ ഉണ്ടാകുന്ന വിളവുകളേക്കാൾ കൂടുതൽ 10 ഇരട്ടി വിളവുകളാക്കി മാറ്റി അതിനെ സംഭരിച്ച് സംസ്കരിച്ച് അതിനെ വാല്യുബിൾ പ്രൊഡക്റ്റാക്കി മാറ്റി അതിനെ കിസാൻ സർവീസ് സൊസൈറ്റിയുടെ ലേബലിൽ തന്നെ ഫ്ലിപ്കാർട്ട് അതുപോലുള്ള അല്ലെങ്കിൽ മാർക്കറ്റുകളിൽ നേരിട്ട് എത്തിച്ച് അതിനെ വിൽക്കുവാനുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്ന കിസാൻ സർവീസ് സൊസൈറ്റി അവന്റെ വിളവുകൾക്ക് അവന്റെ വിളവുകളെ സാധാരണ കിട്ടുന്ന വിളവുകൾക്ക് കൂടുതൽ വിളവുകൾ ഉണ്ടാക്കി കൊടുക്കുക മെഷീൻ വർക്ക് ചെയ്ത്. അതായത് നമ്മുടെ ഉദാഹരണം നമ്മുടെ ജോൺ ഫിലിപ്പോസ് 70 വയസ്സ്, ഏകദേശം 35 ഏക്കറോളം സ്ഥലം, അതായത് നമ്മുടെ കരികുന്നം പഞ്ചായത്തല്ല, കടനാട് പഞ്ചായത്തല്ല, അന്ന് ആനക്കയം എവിടെയൊക്കെയോ കൃഷി ചെയ്യുന്ന ജോൺ ഫിലിപ്പോസ് 35 ഏക്കറോളം സ്ഥലം. ആലോചിച്ച് നോക്ക്, ഒരു ബംഗാളിക്ക് ഒരു ദിവസം വിളിച്ച് അവനെ കൊണ്ട് പണിയിപ്പിക്കണമെങ്കിൽ 1000 രൂപ കൊടുക്കും. 1 ഏക്കർ സ്ഥലം അവന് കിളച്ച് പറിച്ച് തളവെടുത്ത് കപ്പ ഉണ്ടെങ്കിൽ എത്ര ദിവസം വേണം
നമുക്കത് ഒരു ടില്ലർ വാങ്ങിച്ചു കൊടുത്തിരിക്കുക. കിസാൻ സർവീസ് സൊസൈറ്റി ഒരു ടില്ലർ 1 ലക്ഷം രൂപയുടെ ടില്ലർ വെറും 17,500 രൂപയ്ക്ക് മേടിച്ചു കൊടുത്തിരിക്കുക. ജോൺ ഫിലിപ്പോസ് കേന്ദ്രത്തിരിക്കുന്ന ആൾക്ക് വയസ്സ് 70. അയാൾ നമ്മൾ വാങ്ങിച്ചു കൊടുത്ത ഒരു ടില്ലർ ഇവിടെ ടിറ്റു ജോസ് കൊടുക്കും. അപ്പോൾ അയാൾക്ക് എത്രമാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന കൂലി കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ എത്ര രൂപ ലാഭം കിട്ടും. ഈ ടില്ലർ കൊണ്ട് 1 ഏക്കർ സ്ഥലം കൃഷി ചെയ്യുന്നതിന് പുള്ളിക്ക് ചിലപ്പോൾ ഒരു ദിവസം മതി 35 ഏക്കർ. അതേ സമയത്ത് ഈ ബംഗാളികളെ കൂടെ എത്ര രൂപയാവും. അങ്ങനെ അതുവഴി ഈ യന്ത്രവൽകൃത കൃഷി രീതി വരുന്നതുപോലെ പുള്ളിക്ക് പണിക്കൂലി ഇനത്തിൽ തന്നെ ധാരാളം ലാഭം കിട്ടാം. അല്ലാതെ തന്നെ പുള്ളി കുറേശ്ശെ ലാഭം ഉണ്ടാക്കുന്നതാണ്. ഈ ഹോൾസെയിൽ കൊടുക്കാതെ പുള്ളി കുറച്ച് കപ്പ 150 കിലോ കപ്പ ഒരു ദിവസം കുറച്ച് പുള്ളി വഴി കൊണ്ടിട്ടിട്ട് 40 രൂപയ്ക്ക് വിൽക്കുന്ന കപ്പ പുള്ളി 35 രൂപയ്ക്ക് 30 രൂപയ്ക്ക് വിറ്റ് അങ്ങനെയുള്ള കുറച്ച് ബുദ്ധിയൊക്കെ പുള്ളിക്കുണ്ട്. പൈസ എഴുതായില്ലേ. അതുപോലെ തന്നെ നമ്മുടെ ഈ കരിമന്നം പഞ്ചായത്തില് 700 ഏക്കർ സ്ഥലം പൈനാപ്പിൾ കൃഷി ചെയ്യുന്ന വ്യക്തികളുണ്ട്. ചെറുപ്പക്കാരന് വളരെ ചെറിയ ആള്, യുവ കർഷകൻ. ഈറ്റക്കൽ ജിൻസൺ, തെങ്ങുപള്ളി കുട്ടിച്ചാട്ട്, തൊടുമ്പുളാക്കൽ ബേബിച്ചാട്ട് മത്സ്യകൃഷി, മുല്ലഗിരി ഷാജി കോഴിക്കൃഷി എന്ന് വേണ്ട ശക്തമായ തെങ്ങുപള്ളി ഔസേപ്പേട്ടൻ ഈ സംസ്ഥാനത്തും അന്യ സംസ്ഥാനങ്ങളിലും കൃഷി ചെയ്ത് സ്വന്തം സ്ഥലമാകണമെന്നില്ലല്ലോ. എല്ലാവരും പാട്ടത്തിനെടുത്താണ് ചെയ്യുന്നത്. പക്ഷെ തെങ്ങുപള്ളിക്കാർക്കൊക്കെ സ്വന്തം തോട്ടം ഉണ്ടോ? അതുപോലെ നല്ല ശക്തമായ കൃഷിക്കാര് അവരെ കൂട്ടിയാണ് ഈ ഒരു കർഷക കൂട്ടായ്മ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവർക്ക് ഒന്നിച്ച് തിന്നാൻ ഇവർക്ക് അതൊക്കെ ജോസേട്ടൻ പറഞ്ഞു. ജോസഫ് അതിനെപ്പറ്റി കിടക്കുന്നില്ല. ഏതായാലും ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇവർക്കൊക്കെ സംസാരിക്കാനുള്ളതായതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിനോട് ഒരു അപേക്ഷ സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ ഈ പ്രസ്ഥാനം നടത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടി ഞങ്ങൾക്കൊരു ഓഫീസ് ആവശ്യമാണ്. വിത്തൗട്ട് റെന്റില്ലാതെ ഞങ്ങൾക്കൊരു റൂം തരണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. കൂടാതെ നമ്മുടെ ഈ പ്രസ്ഥാനം, നമ്മുടെ ഈ മഹത്തായ പ്രസ്ഥാനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഞാൻ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK തോമസ് സാറിനെ ക്ഷണിച്ചുകൊണ്ടും എന്റെ സ്നേഹവും സന്തോഷവും സമാധാനവും നിങ്ങളെ അറിയിച്ചുകൊണ്ടും ഈ കരിമന്നം പഞ്ചായത്തിലെ എല്ലാ കുടുംബങ്ങൾക്കും ഒരു 5 വർഷത്തിനുള്ളിൽ എന്തെങ്കിലും സഹായം ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നമ്മളുടെ ഗാന്ധിജി സ്വപ്നം കണ്ടതുപോലെ എല്ലാ കുടിലുകളിലും ഓരോ കുടിൽ വ്യവസായം നടത്താൻ ഞങ്ങൾക്ക് ദൈവം അനുഗ്രഹം തരട്ടെ. എല്ലാവർക്കും എല്ലാ കുടുംബങ്ങളിലും അത് എത്തിക്കുവാനുള്ള ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ. അവർക്കത് നേടിയെടുക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. അവരതിന് തയ്യാറാവട്ടെ. ഞങ്ങൾ ചോറ് ഉരുട്ടി കൊണ്ടുപോയപ്പോൾ വായെങ്കിലും കൊടുക്കാനെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം കേന്ദ്ര ഗവൺമെന്റിന്റെയും കേരള ഗവൺമെന്റിന്റെയും 60% സബ്സിഡിയോട് കൂടിയും കേരള ഗവൺമെന്റ് 20% സബ്സിഡിയോടും രണ്ടും കൂടെ ചേർത്ത് 80% സബ്സിഡിയോട് കൂടി ഏതൊരു വ്യവസായവും നമ്മുടെ ഏത് കുടുംബത്തിലും തുടങ്ങുവാനുള്ള എല്ലാ ആനുകൂലമായ സാഹചര്യം ഒരുക്കി തരുവാൻ ഞങ്ങൾ തയ്യാറാണ്. നിങ്ങളും നിന്ന് കഴിഞ്ഞാൽ എന്താ നിങ്ങൾക്ക് വേണ്ടത്? ഞാൻ ഉദാഹരണം പറയാം. കോൺക്രീറ്റ് ആണി ഉണ്ടാക്കാനാണെങ്കിൽ ഒരു 16,000 രൂപയുടെ ഒരു മെഷീൻ, അതിന്റെ റോ മെറ്റീരിയൽസും കിട്ടും. ഇത് രണ്ടും വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് നമുക്ക് കോൺക്രീറ്റ് ആണി ഉണ്ടാക്കാം. അത് നമുക്ക് പാക്ക് ചെയ്ത് നമുക്ക് ഈ കടകളിലൊക്കെ വിൽക്കാം. അവരത് വിറ്റോളും. അതിനുള്ള സാഹചര്യങ്ങളൊക്കെ നമുക്കുണ്ട്. അപ്പൊ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ ഉപസംഹരിക്കുന്നു. ഭാരതം ജയിക്കട്ടെ. ജയ് കിസാൻ. Thank you so much.